CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നയിക്കുന്ന LDF വടക്കൻ മേഖല വികസന മുന്നേറ്റ ജാഥയ്ക്ക് സ്വീകരണം നൽകി ഇതര സംസ്ഥാന തൊഴിലാളികൾ. ധർമ്മട മണ്ഡലത്തിലെ ആദ്യ സ്വീകരണ കേന്ദ്രമായ മമ്പറത്തേക്കുള്ള യാത്രക്കിടെയാണ് പശ്ചിമ ബംഗാൾ സ്വദേശികൾ ഈ യാത്രയ്ക്ക് സ്വീകരണം നൽകിയത്. ആ ദൃശ്യങ്ങളൊന്നും കാണാം. LDF जिंदाबाद क्या चाहिए രാഹുൽ KV വിവരങ്ങളുമായിട്ടുണ്ട്. രാഹുൽ, ഒരു കാലത്ത് അല്ലേ ബംഗാൾ അടക്കി ഭരിച്ചിരുന്നവരാണ്, പിന്നീട് സാഹചര്യങ്ങളൊക്കെ അവിടെ മാറി. പക്ഷേ ഇന്ന് ഇവിടെ അവർക്ക് ആ ആവേശത്തോടെ വിളിക്കാൻ ഒരു സാഹചര്യം ഉണ്ടായി കിട്ടിയില്ലേ? ദിവിഷ, അതെ, LDFിൻ്റെ വടക്കൻ ജാഥ, മേഖലാ ജാഥ, വികസന മുന്നേറ്റ ജാഥ കാസർഗോഡ് നിന്നാണ് കഴിഞ്ഞ ദിവസം ആരംഭിച്ചത്. അവിടുത്തെ പര്യടനം പൂർത്തിയായി. കണ്ണൂരിൽ ഇന്ന് പര്യടനത്തിൻ്റെ അവസാന ദിവസമാണ്. ഇതിനിടെ എല്ലാ മണ്ഡലങ്ങളിലും സ്വീകരണമുണ്ടായി. പക്ഷേ ഇതുപോലൊരു സ്വീകരണം ഇതിന് മുൻപ് ഉണ്ടായിട്ടില്ല. അങ്ങനെ രസകരമായ ഒരു കൗതുക കാഴ്ചയാണ് ഇന്നേതായാലും മമ്പറത്ത് ഉണ്ടായിട്ടുള്ളത്. 200-ലധികം ഇതര സംസ്ഥാന തൊഴിലാളികൾ പശ്ചിമ ബംഗാളിൽ നിന്നുള്ള ആളുകൾ ചേർന്നാണ് ജാഥ ക്യാപ്റ്റനായ MV ഗോവിന്ദനെ സ്വീകരിച്ചതൊപ്പം ഷാളണിയിച്ചു. LDF സിന്ദാബാദ് എന്ന മുദ്രാവാക്യം വിളികളോടുകൂടിയാണ് പ്രവർത്തകർ കാത്തിരുന്നത്. അതായത് രാവിലെ MV ഗോവിന്ദൻ്റെ വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം ഈ സ്വീകരണ കേന്ദ്രത്തിലേക്ക് പോകുന്നത്. ആ സമയത്ത് അവിടെ നിർമ്മാണ തൊഴിലാളികളായ ഇവർ പശ്ചിമബംഗാളിൽ നിന്ന് വന്ന ആളുകൾ കാത്തു നിൽക്കുകയായിരുന്നു. കൈവശം ബാനറുണ്ട്. അതിൽ വികസന മുന്നേറ്റ ജാഥയ്ക്ക് അതിഥി തൊഴിലാളികളുടെ ആശംസകൾ എന്നാണ് ഹിന്ദിയിൽ എഴുതിയിട്ടുള്ളത്. LDF സിന്ദാബാദ് എന്ന മുദ്രാവാക്യം വിളികളോടുകൂടി അവർ കാത്തു നിൽക്കുകയായിരുന്നു. അവർക്കിടയിലേക്കാണ് MV ഗോവിന്ദനും മറ്റു നേതാക്കളും അടുത്തേക്ക് പോയത്. ആ സമയത്ത് ഷാൾ അണിയിച്ചുകൊണ്ടടക്കം ഈ തൊഴിലാളികൾ സ്വീകരിക്കുകയും ചെയ്തു. ബംഗാളിനെ സംബന്ധിച്ച് ദിവിഷ് പറഞ്ഞതുപോലെ തന്നെ CPMൻ്റെ ശക്തി കേന്ദ്രമായിരുന്നു. പതിറ്റാണ്ടുകൾ തുടർച്ചയായി ഭരിച്ചൊരു സംസ്ഥാനമാണ്. പക്ഷേ പിന്നീട് സ്ഥിതിഗതികളൊക്കെ മാറി. ഇപ്പോൾ CPMൻ്റെ തമാശ രൂപേണ പറയുന്നതാണ്, CPMൻ്റെ പാർട്ടി ഓഫീസുകൾ പോലും ഇപ്പോൾ അവിടെ കാണാനില്ല എന്നൊരു സ്ഥിതിയിലേക്കൊക്കെ പോയി. ഏതായാലും അവിടെ നിന്ന് വന്ന 200-ലധികം തൊഴിലാളികളാണ് സംഘടിച്ച് നിന്ന് MV ഗോവിന്ദനെ സ്വീകരിക്കുകയും പിന്നീട് അടുത്ത സ്വീകരണ കേന്ദ്രത്തിലേക്ക് യാത്രയാക്കുകയും ചെയ്തത്. ദിവിഷ്, ഇപ്പോൾ എന്ത് കണ്ടന്റും ട്രോൾ അല്ലേ മെറ്റീരിയൽ കൂടിയാണ്. നാളെയും ഒക്കെ സോഷ്യൽ മീഡിയ ഭരിക്കാൻ പോകുന്ന ഒരു സ്വീകരണ ദൃശ്യം കൂടി ആവാൻ സാധ്യതയുണ്ട് ഇതല്ലേ? തീർച്ചയായും എല്ലാ രീതിയിലും സോഷ്യൽ മീഡിയയിൽ ഈ ഒരു ദൃശ്യങ്ങൾ, ആ മുദ്രാവാക്യം വിളിയൊക്കെ ചർച്ചയാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പോസിറ്റീവായിട്ടും പോകും. അതായത് അവിടെ നിന്ന് വന്ന തൊഴിലാളികൾക്ക് പോലും ഇവിടുത്തെ സർക്കാരും ഇവിടുത്തെ ഇടതുപക്ഷത്തിൻ്റെ പ്രവർത്തനങ്ങളും അത്ര ക്ഷേമമായാണ് തോന്നുന്നത് എന്ന രീതിയിലുള്ള പ്രചരണം ഉണ്ടാകും. അത്തരം ചർച്ചകൾ ഉണ്ടാകും. അതിനൊപ്പം തന്നെ നമ്മൾ ഈ പറഞ്ഞതുപോലെ നെഗറ്റീവ് ട്രോളുകൾ ഒരുപാടുണ്ടാകും, പരിഹസിക്കുന്ന ട്രോളുകൾ ഒരുപാടുണ്ടാകും എന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല. ഏതായാലും വളരെ രസകരമായൊരു കാഴ്ച ആണ് നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ളത്. അതാണ് ഞാൻ 200-ലധികം തൊഴിലാളികളെന്ന് സ്ട്രെസ് ചെയ്ത് പറയുകയും ചെയ്തത്. ഒപ്പം തന്നെ മറ്റൊരു ചർച്ച കൂടി, നമ്മുടെ നാട്ടിൽ ഇത്തരം നിർമ്മാണ ജോലികൾക്ക് അടക്കം ആളുകളെ കിട്ടാനില്ല എന്ന രീതിയിലുള്ള ചർച്ചകൾ കൂടി സാമൂഹ്യ മാധ്യമങ്ങളിൽ ഈ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ തന്നെ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ശരി, എന്തായാലും എന്ത് ട്രോളായാലും സ്പോർട്സ്മാൻ സ്പിരിറ്റോടുകൂടി ആസ്വദിക്കുക അല്ലേ, ചിരിക്കാനുള്ള ഒരു വകയായി കണ്ടാൽ മതി. പക്ഷേ അവിടുത്തെ തൊഴിലാളികൾ അവരുടെ ഒരു ഐക്യദാർഢ്യം അറിയിക്കുക കൂടിയാണ്. ആ കാഴ്ചകളാണ് നമ്മൾ കണ്ടത്.